ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാലചന്ദ്രൻ്റെ മാറ്റം വൈജയന്തിയെ വല്ലാതെ തളർത്തുന്നുണ്ട്. എല്ലാത്തിനും കാരണം അലീനയാണെന്നും അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നും വൈജയന്തി കണക്ക് കൂട്ടുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വൈജയന്തി പോകുന്നുണ്ട്. ഉടനെ ബാലചന്ദ്രൻ വൈജയന്തി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നിന്നോട് ആര് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരാൻ? എനിക്ക് നിൻ്റെ മുഖം കാണണ്ട. എന്നാൽ വൈജയന്തി മുഖത്തോട് നോക്കി പറയുകയാണ്, എന്താ നിങ്ങൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം തോന്നാൻ? അതിന് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത്? ബാലചന്ദ്ര, നിങ്ങൾക്ക് പറ്റിയത് അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട വൈജയന്തി, നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഇവിടെ നിന്ന് പോ. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്താ എന്നോട് ഇത്രമാത്രം ദേഷ്യം തോന്നാൻ കാരണം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്താ ബാലചന്ദ്രൻ നിങ്ങൾക്ക് പറ്റിയത്? അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഇവിടെ നിന്ന് പോ. ഞാനാണ് പറയുന്നത്, ഒരു വീട്ടിലാണെങ്കിലും നീ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എൻ്റെ കാര്യങ്ങൾ നീ ഇടപെടേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വൈജയന്തി, ഞാൻ പറയുന്നുണ്ട്, നീ വേറെ ആരെ കാര്യം നോക്കിയാലും എൻ്റെ കാര്യം നീ നോക്കണ്ട. പിന്നെ ഞാനല്ലാതെ ആര് നോക്കാനാ ഈ കാര്യങ്ങളെല്ലാം? ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഹെൽത്തിന് അത് നല്ലതല്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ്, നിന്നോടാണ് പറയുന്നത് ഇറങ്ങിപ്പോകാൻ. അത് കേട്ട് വൈജയന്തിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട്, നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. ആ അലീന ഈ വീട്ടിൽ വന്നത് മുതൽ തുടങ്ങിയതാ ഈ പ്രശ്നങ്ങൾ. ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിർത്തിയില്ല. ഇവിടെയാണെങ്കിലും പോകട്ടെ. ഇത്രയും പറഞ്ഞിട്ട് അലീനയുടെ അടുത്തേക്ക് പോകുകയാണ് ജയന്തി. അത് കേട്ട് ബാലചന്ദ്രൻ ടെൻഷനായി നിൽക്കുകയാണ്. വൈജയന്തി അലീനയെന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്. അലീനയെ അലീനയെ എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ട് അലീന വരികയാണ്. എന്താ മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത് കേട്ട് അലീന പറയുകയാണ്, ഞാൻ പോകാൻ തയ്യാറാണ്. അതിനു മുമ്പേ മധുവേട്ടനോട് ഒരു കാര്യം പറയണം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് അതിനുള്ള സാവകാശം എനിക്ക് തരണം. പോകുന്നതിന് മുമ്പേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് കേട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ എന്താണ് മേഡം കാരണം? എന്നെ പുറത്താക്കാൻ്റെ കാരണം എനിക്കറിയണം. അപ്പോഴാണ് വൈജയന്തി പറയുന്നത്, എൻ്റെ ഭർത്താവ് പോലും എൻ്റെ അടുത്ത് ഇപ്പോൾ മിണ്ടുന്നില്ല. എന്നെ കുടുംബം നശിപ്പിച്ചത് നീയാണ്. അത് കാരണം നീ ഇവിടെ പോവേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോകാമെന്നല്ലേ മേഡം പറഞ്ഞത്? ഞാൻ ഇവിടെ പോകാം. പക്ഷേ അതിന് മുമ്പ് എനിക്ക് മധുവേട്ടനടുത്ത് ഒന്ന് പറയണം. എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ മധുവേട്ടൻ വരും, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. മധുവേട്ടൻ ഞാൻ കൊടുത്ത വാക്ക്. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് ഉടനെ പറയുന്നുമുണ്ട്, മനു നിൻ്റെ ആരാ? അവൻ നിൻ്റെ ഭർത്താവൊന്നും അല്ലല്ലോ. അവനെ വശീകരിച്ചെടുക്കാനോ നിൻ്റെ പുറപ്പാട്? അത് നടക്കില്ലടി. എൻ്റെ ഭർത്താവിനെ നീ മയക്കിയെടുത്തു, എന്നിൽ നിന്നും അകറ്റി. മനുവിനെ സ്വന്തം ആക്കാമെന്ന് നീ കരുതണ്ട. ഇത് കേട്ട് അലീന ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ദേഷ്യം തോന്നി വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുക, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ മേഡത്തിനെ പോലെയല്ല. മേഡത്തിൻ്റെ ചരിത്രമെല്ലാം എനിക്കറിയാം. നിങ്ങളെപ്പോലെയല്ല ഞാൻ. കണ്ണിൽ ചോരയില്ലാത്ത പെണ്ണല്ല ഞാൻ. വീട്ടിലെ വേലക്കാരിയോട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങളുടെ ആരാ ഇവൾ? ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കാമുകയോ അതോ നിങ്ങളുടെ മകളോ? ഇത് കേട്ട് ബാലചന്ദ്രന് നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട്. വൈജയന്തി അവളെ ആഞ്ഞടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാ, നീ ഒരു സ്ത്രീയോ? നിനക്ക് എന്നെയും അവളെയും പറയാൻ എന്ത് യോഗ്യതയാ? നീ നല്ലവളല്ലല്ലോ. നല്ല സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ പറയുമോ? നല്ലവളല്ല നീ. ഭർത്താവിനെയും മക്കളെയും വഞ്ചിക്കുന്ന ഒരു പിശാചാണ് നീ. വൈജയന്തിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ദേഷ്യത്തിൽ നോക്കിയിട്ട് വൈജയന്തി പറയുന്നുണ്ട്, നിന്റെ മുഖം കണ്ടാൽ കാർക്കിച്ച് തുപ്പാൻ തോന്നും. ഇറങ്ങിപ്പോടി. നീ ഇത് കേട്ട അലീന കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുവാനായി റെഡിയായി ബേഗും പേക്ക് ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുക, നീ എങ്ങോട്ടാ പോകുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. മുത്തശ്ശി ഇത്രയും പറഞ്ഞിട്ട് അലീന ബേഗം കൊണ്ട് ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്, നീ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഇത് എൻ്റെ വീടാണ്. ഞാൻ പറയുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പോകാം. ഞാൻ കാരണം വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുത്. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നിന്നെ ഒരിടത്തും വിടില്ല. മനു വരാതെ നീ എങ്ങും പോകില്ല. വൈജ പറയുന്നുണ്ട്, നീ പോകണ്ട, ഞാൻ പോകാം. അപ്പോൾ അന്നേരം ഗംഗാധരൻ വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ഗംഗാധരനോട് പറയുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളുടെ അനുജത്തിയുടെ സ്വഭാവം കണ്ടോ? നിങ്ങൾ വരാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇനി ഒന്നും ഒളിച്ചു വെക്കുന്നില്ല, എല്ലാവരും അറിയട്ടെ. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം?
അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അലീനയെ ഇവിടുത്തെ പ്രശ്നം, ഇവൾ ഈ വീട് വിട്ട് പോകണം. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ, അലീന ഇവിടെ നിന്ന് ഒരിടം പോകില്ല. ഞാൻ പോയിട്ട് ഇവളെ സ്വന്തമാക്കാനാണോ നിങ്ങളുടെ വിചാരം? ചോദിക്കാനും പറയാനും ഇനി ഇവിടെ ആരും കാണില്ലല്ലോ. ഇത് കേട്ട് അവരുടെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നുണ്ട്. ബാലചന്ദ്രനെ പിടിച്ചു മാറ്റുക ഗംഗാധരൻ. വൈജയന്തി ഭ്രാന്തിയെ പോലെ പറയുക, ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ കാണില്ല ചേട്ടാ, പറഞ്ഞു മനസ്സിലാക്കി.